മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയുടെ ജീവൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ കമലേശ്വരത്ത് പോയി ഉണ്ണിയുടെ ഭാര്യയായിട്ട് ജീവിക്കണമെന്നൊന്നും പ്രത്യേകിച്ച് അതിയായ ആഗ്രഹമൊന്നും കരുണയ്ക്കില്ല. കരുണ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, മഹാലക്ഷ്മിയും കുഞ്ഞും കണ്ണേട്ടനുമായിട്ട് അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല. ഒന്നീ കുഞ്ഞ് നഷ്ടമാകണം, അല്ലെങ്കിൽ മഹാലക്ഷ്മി കുഞ്ഞും കൂടി നഷ്ടമാകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് മഹിയെ ക്രൂരമായി ഉപദ്രവിച്ചത്. പക്ഷെ അതിങ്ങനെ വല്ലാത്തൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുണയും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തു എന്നല്ലാതെ പിന്നീട് പോലീസിനെയും അതുപോലെ മാർക്കോയെയും ഓരോ നിമിഷവും ഭയന്നാണ് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ അവിടെ ഇരുന്നത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മോഹിനിയമ്മയുടെ സംശയം സത്യമാണെന്ന് മനസ്സിലാക്കിയ കണ്ണൻ പ്രതാപനെയും അതുപോലെ വാമദേവനെയും പൂട്ടുന്നുണ്ട്. പക്ഷെ സത്യങ്ങളൊക്കെ അറിഞ്ഞ ദുർഗയും ഉണ്ണിക്കും വിശ്വസിക്കാനാകുന്നില്ല. ദുർഗയും ഉണ്ണിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജുവും കണ്ണേട്ടനോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. എന്തുകൊണ്ട് കണ്ണേട്ട ഇതുവരെ എന്നോട് പോലും ഈ സത്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ള മഞ്ജുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൻ പതറിപ്പോകുന്നു. എന്നാൽ എല്ലാ സത്യങ്ങളും സാഗറിനറിയായിരുന്നു. സാഗറായിട്ട് മറച്ചു വെക്കുമായിരുന്നു മഞ്ജുവിനോട്. മഞ്ജു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കരുണയെ ഒരു കാരണവശാലും കമലേശ്വരത്ത് നിൽക്കാൻ പോലും അനുവദിക്കത്തില്ല, അടിച്ചിറക്കി കളയിനി, നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രൂപത്തിനാണ് സാഗർ എല്ലാം മൗനമാക്കി വെച്ചിരുന്നത്. അതേസമയം ദുർഗ ചോദിക്കുന്നു, നിൻ്റെ ഭാര്യയെ എൻ്റെ മരുമോള് തള്ളിയിട്ടു എന്നുള്ള പേര് എന്തിനെൻ്റെ പാവം ചേട്ടൻ കള്ളക്കേസിൽ അകത്താക്കി? നിന്നെ ഈ പ്രായം വരെയും നോക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വാമദേവൻ അമ്മാവൻ, അത് നീ മറക്കരുത്. 12ാമത്തെ വയസ്സിൽ വീൽചെയറിലായ നിന്നെ ഇത്രയൊക്കെ എത്തിച്ചത് ഞാനും എൻ്റെ ഏട്ടനും കൂടിയാ എന്ന് പറയുമ്പം നിങ്ങൾക്ക് പറയാൻ നാണമില്ലേ? നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളുടെ ജീവിതം പോലും തകർത്തത് ആ ദുഷ്ടനാ, അത് മറക്കണ്ട. ഞാൻ പറഞ്ഞതും കേസ് കൊടുത്തതൊന്നും കള്ളമല്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മരുമകളില്ലേ കരുണ, എൻ്റെ അച്ഛനെ കൊന്നത് അവളുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവൾ ഞാനും എൻ്റെ ഭാര്യയും പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയത്, അല്ലാതെ അവളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടല്ല. സത്യങ്ങളൊന്നും ഒരു കാരണവശാലും ഉണ്ണിയും നിങ്ങളും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചു. എന്താ ഈ കേൾക്കുന്നത്? സത്യമാണോ? അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് മുമ്പേ സംശയമുള്ള കാര്യമായിരുന്നു എൻ്റെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരൻ അവളുടെ അച്ഛനാണോ എന്ന്. പലരെ ലോറി കയറ്റി കൊന്നിട്ടുണ്ടെന്ന് വീരവാദം പറയുമ്പോഴേ ഞാൻ കരുണയോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അച്ഛനെങ്ങാണോ? കാരണം എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അയാളെ ശല്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവും. അപ്പോഴെല്ലാം അവൾ ഒഴിഞ്ഞു മാറി. അന്നേരം എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാലും എൻ്റെ മോനെ, എൻ്റെ ഏട്ടൻ എന്നോട് ഇങ്ങനെ വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എൻ്റെ ജീവിതം തകർത്തത് എൻ്റെ ഏട്ടൻ തന്നെയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ പൊട്ടിക്കരയുന്നത് കണ്ട് ഉണ്ണിയും അതുപോലെ മഞ്ജുവും കണ്ണനും ഒക്കെ സമാധാനിപ്പിക്കുന്നു. സത്യങ്ങൾ ഇനിയും നിങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഞാൻ കൂടി അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ എൻ്റെ ഭാര്യയെ ഇപ്പോൾ അവൾ താഴേക്ക് തള്ളിയിട്ടത്. അന്നേ ഞാൻ ഈ സത്യങ്ങൾ എല്ലാവരുടെയും വിളിച്ചു പറയേണ്ടതായിരുന്നു. മഹിയുടെ 7ാം മാസത്തെ ചടങ്ങിനിടയ്ക്ക് പ്രതാപൻ മാനസിക നില തെറ്റി എന്തൊക്കെയോ എന്നോട് സംസാരിക്കാൻ വന്നപ്പോൾ വാമദേവൻ അമ്മാവനും എല്ലാവരും കൂടി ചേർന്ന് അയാളെ തടഞ്ഞപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. ആ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മഹിയോടൊപ്പം ഞാനും കരുണാലയത്തിലേക്ക് പോയത്. അന്നത്തെ ദിവസം തന്നെ ഞാൻ അറിഞ്ഞതാ എല്ലാ സത്യങ്ങളും. എൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നുള്ള സത്യം. പക്ഷേ വാമദേവൻ അമ്മാവന് ഇതിന് പിന്നിൽ പങ്കുണ്ടെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. പക്ഷേ മോഹിനിയമ്മയ്ക്ക് തോന്നിയ ഒരു സംശയം, മാനസിക നില തെറ്റി പ്രതാപൻ പിച്ചും പേയും പറഞ്ഞ കൂട്ടത്തിൽ വാമദേവൻ അമ്മാവൻ്റെ കാര്യം കൂടി തുറന്നു പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അയാളെ ചികിത്സിച്ച ഡോക്ടറിനോട് എല്ലാ കാര്യങ്ങളും തിരക്കിയിരുന്നു. മാനസിക നില തെറ്റി അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്നും പാതി മയക്കത്തിൽ അയാൾ പറയുന്നതെല്ലാം വിശ്വസനീയമാണ്, അത് അയാളുടെ അബോധ മനസ്സിൽ ഉള്ള സത്യം തന്നെയാണെന്നും പറഞ്ഞ് അദ്ദേഹം ചോദിച്ചറിഞ്ഞ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ അച്ഛനെ എന്നിൽ നിന്നും അകറ്റിയവരെയും അതുപോലെ എൻ്റെ ഭാര്യയോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ച ആ കരുണയോടും. അവൾ ഇനി എൻ്റെ വീടിൻ്റെ പടി കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ പോകുന്നു. തൊട്ടു പിന്നാലെ സീമന്തിനിയാണെങ്കിൽ വാമദേവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത അറിഞ്ഞ് ദുർഗയോടും ഉണ്ണിയോടും സഹായം ചോദിക്കാൻ വരുന്നുണ്ട്. അപ്പം ദുർഗയോട് സീമന്തിനി വന്ന് പറയുന്നുണ്ട്, എനിക്ക് സഹായം ചോദിക്കാൻ മറ്റാരുമില്ല, എല്ലാവരും കൂടി ചേർന്ന് കള്ളക്കേസി എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു ജയിലിലാക്കിയിരിക്കുക, എങ്ങനെയെങ്കിലും രക്ഷിക്കണം മോനെ, നീ വന്ന് ഒന്ന് അമ്മാവനെ പുറത്തിറക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഈ ആവശ്യവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി? എൻ്റെ ജീവിതവും എൻ്റെ അമ്മയുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആവാൻ കാരണക്കാരൻ അയാൾ ഒറ്റ ഒരുത്തനാ. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇതേ കണക്ക് ജീവിക്കേണ്ടവരായിരുന്നില്ല. എന്നെ എൻ്റെ അനിയത്തിയും അതുപോലെ എൻ്റെ അമ്മയും ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ അച്ഛനെ ഞങ്ങളിൽ നിന്നും അകറ്റി അയാളെ
പുറത്തിറക്കാൻ ഞങ്ങൾ തന്നെ വരണമെന്നോ? ഒരിക്കലുമില്ല. അപ്പം ദുർഗയാണെങ്കിൽ കലിയോടെ സീമന്തിനിയുടെ നേർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത് കണ്ട് സീമന്തിനിയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുവാണ്. എനിക്കറിയാം നിങ്ങളുടെ വിഷമം എത്രമാത്രം ഉണ്ടെന്ന്. മേഘൻ തളർന്നു കിടക്കുക. അതിൻ്റെ കൂടെ അച്ഛനും കൂടി ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെങ്കൊച്ചിന് നല്ലൊരു ആലോചന വരത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ കൈവിടരുത് എന്ന് പറഞ്ഞ് സീമന്തിനി കരയുന്ന സമയത്ത് എങ്ങനെ മനസ്സ് വന്നു എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളെ കൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിപ്പിക്കാൻ? അതിൻ്റെ പിന്നിലും നിങ്ങളുടെ കുരുട്ടുബുദ്ധിയല്ലായിരുന്നോ? ഒന്നിനെയും ഞങ്ങളും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ കലി തുള്ളുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം.